നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ പരീക്ഷാ വിശകലന വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് നടന്നത് ഒരു പരീക്ഷയാണ്. പരീക്ഷ ലാസ്റ്റ് ഗ്രേഡ് സർവൻസിന്റെ പരീക്ഷയാണ്. പരീക്ഷ നടന്ന ജില്ലകളൊക്കെ നമുക്കറിയാം. കണ്ണൂര്, മലപ്പുറം, ഇടുക്കി, പത്തനംതിട്ട ഈ ജില്ലകളിലാണ് പരീക്ഷ നടന്നത്. ഈ ജില്ലകളിൽ പരീക്ഷകൾ എഴുതിയ ധാരാളം കൂട്ടുകാരുണ്ട്. അവരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് ഇന്ന് നടന്ന ഈ ഒരു പരീക്ഷയ്ക്ക് ഒരു വിലയിരുത്തൽ നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ, സാധാരണഗതിയിൽ നടന്നു വരുന്ന ഒരു പരീക്ഷ അതുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ പൊതുവെ ഒരല്പം കടുപ്പം കൂടിയ പരീക്ഷ എന്ന പ്രാഥമിക നിഗമനത്തിലേ നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ പരീക്ഷാ ഹാളിന് വെളിയിലിരുന്നൊക്കെ പരീക്ഷകളൊക്കെ എഴുതുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഈസി ക്വസ്റ്റ്യൻസ് എന്ന് തോന്നിയേക്കാം. കാര്യം സമ്മർദ്ദം ഇല്ലാതെയാണ് നമ്മളിൽ പലരും പരീക്ഷാ ഹാളിന് പുറത്തിരുന്ന് പരീക്ഷ എഴുതുന്നത്. ഈ പരീക്ഷാ ഹാളിന്റെ അകത്ത് ഇരുന്ന് പരീക്ഷ എഴുതുമ്പോൾ കടുകട്ടിയായിട്ടുള്ള ചോദ്യങ്ങൾ ചിലതെല്ലാം ഇടയ്ക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ ആ ചോദ്യങ്ങൾ വായിച്ച് അതിന്മേൽ ചിലവാക്കുന്ന സമയം എന്ന് പറയുന്നത് നമുക്ക് മറ്റു ചോദ്യങ്ങൾ ശരിയായ രീതിയിൽ വായിച്ച് വ്യാഖ്യാനിച്ച് ശരിയുത്തരത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് നമ്മളെ അനുവദിക്കുന്നില്ല പലപ്പോഴും. അതുകൊണ്ട് തന്നെ കൂടുതൽ ചോദ്യങ്ങൾ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ചോദ്യങ്ങൾ നെഗറ്റീവ് വരുവാനുള്ള സാധ്യതയും ഇവിടെയുണ്ട്. അപ്പൊ പൊതുവെ വിലയിരുത്തി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തയ്യാറെടുപ്പ് നടത്തിയിട്ടുള്ള ഒരാള്, ഒരു എബോവ് ആവറേജ് ആയിട്ടുള്ള ആളിനെയാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരാളിനെ സംബന്ധിച്ചിടത്തോളം നോക്കിക്കഴിഞ്ഞാൽ 80 ചോദ്യങ്ങൾ അയാൾക്ക് ജനറൽ നോളജ് മേഖലയിൽ നിന്ന് ചെയ്യാനായിട്ട് ഉണ്ട്. 80ഓളം ചോദ്യങ്ങൾ. അതിൽ എത്രത്തോളം നല്ല രീതിയിൽ പെർഫോം ചെയ്തു കഴിഞ്ഞാലും ഒരു 63 ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ചെയ്യാനായിട്ട് സാധിക്കും. 63ഓളം ചോദ്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. സാധാരണ ഒരു എബോവ് ആവറേജ് ഉള്ള ഒരാളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇനി ഇതേപോലെ 20ഓളം ചോദ്യങ്ങൾ ഗണിതശാസ്ത്രം എന്ന് പറയുന്ന ഒരു മേഖലയിലുണ്ട്. ഈ മേഖലയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 15-16ഓളം ചോദ്യങ്ങൾ ഇവിടെ നിന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അയാൾക്ക് ഏകദേശം ഒരു 79ഓളം ചോദ്യങ്ങൾ ഈ പറയുന്ന 100 മാർക്കിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഒരു എബോവ് ആവറേജ് ആയിട്ടുള്ള ഒരാളിനെ സംബന്ധിച്ച അവസ്ഥാവിശേഷമാണ് ഈ പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒരാള് ഒരു അറ്റംപ്റ്റ് നടത്തുമ്പോൾ, ഇത്രയും ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണ്? ശരിയാണെന്ന സാധ്യതയുടെ അടിസ്ഥാനത്തിലാണ് അയാൾ അത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതിലൊക്കെ തെറ്റ് സംഭവിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു 10% എറർ എന്ന് പറയുന്നത് എപ്പോഴും ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഒരു 10% എറർ എന്ന് വെച്ചാൽ 8 ചോദ്യങ്ങൾ ഇവിടെ അയാൾക്ക് തെറ്റാം, അല്ലെ? തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഒരു 71 ചോദ്യങ്ങൾ ശരിയും 8 ചോദ്യങ്ങൾ തെറ്റുമെന്ന നിലയിലേക്ക് വരികയാണ്. അപ്പൊ നമ്മൾ നോക്കിയാൽ 8 ചോദ്യങ്ങൾക്ക് തെറ്റ് പറ്റി കഴിഞ്ഞാൽ എത്ര മാർക്ക് വരെ നഷ്ടപ്പെടാം? നമുക്ക് ഇവിടെ ഒരു 3 മാർക്ക് എടുക്കാം. 3 തെറ്റില്ല, 3 നഷ്ടപ്പെട്ടാണ്. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു 68 എന്ന് പറയുന്ന ഒരു നിലവാരത്തിലേക്ക് ഒരു എബോവ് ആവറേജ് ഉള്ള ഒരാള് ആ ശരിയുത്തരം അല്ലെങ്കിൽ ഒരു ആൻസർ കീ ഒക്കെ വന്നു കഴിയുമ്പോൾ, ഒരു ഫൈനൽ ആൻസർ കീ ഒക്കെ വന്നു കഴിയുമ്പോൾ ഈ ഒരു മാർക്കിലേക്ക് ആയിരിക്കും വരുന്നത്. അപ്പൊ അങ്ങനെ നോക്കിയാൽ ഈ പറയുന്ന പരീക്ഷയുടെ ഒരു കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ നടന്നതുപോലെ നമ്മുടെ ഏതൊക്കെ ജില്ലകളായിരുന്നു? കണ്ണൂരിനും മലപ്പുറത്തിനും 70-ന് മുകളിലും, അതേപോലെ ആ ഇടുക്കിയും പത്തനംതിട്ടയും ഒക്കെ ഒരു 65-66 റേഞ്ചും ഒക്കെ ആയിരുന്നു കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ നിലവാരവുമായി തട്ടിച്ചു നോക്കുമ്പോൾ അത് അത്രത്തോളം ഉയരുവാനുള്ള സാധ്യതയൊന്നും കാണുന്നില്ല. കാര്യം ഇത്തവണ നമുക്കറിയാം ആ പരീക്ഷയ്ക്ക് എത്ര ആൾക്കാർ ഉൾപ്പെടുത്തുമെന്നതിനെ സംബന്ധിച്ച് നമുക്കാർക്കും തന്നെ വ്യക്തമായ ഒരു ധാരണയില്ല. എന്നിരുന്നാലും കഴിഞ്ഞ തവണത്തേതിനേക്കാൾ കൂടുമോ കുറയുമോ എന്ന ആശങ്ക പലർക്കുമുണ്ട്. എങ്കിലും കഴിഞ്ഞ തവണ എടുത്ത് അത്രയും ആൾക്കാരെ തന്നെ എടുക്കുമെന്നൊരു നിഗമനത്തിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കട്ട് ഓഫ് അല്ലെങ്കിൽ സാധാരണഗതിയിൽ വരാൻ സാധ്യതയുള്ള ഒരു കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് എത്രയായിരിക്കും? അങ്ങനെയാണെങ്കിൽ ഇവിടെ വരാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്ന മാർക്ക്, അതായത് കണ്ണൂർ, മലപ്പുറം ജില്ലകളിൽ വരാനായിട്ട് സാധ്യത കൽപ്പിക്കപ്പെടുന്ന മാർക്ക് എന്ന് പറയുന്നത് ഒരു 63 മാർക്ക് മുതൽ ഒരു 68 മാർക്ക് വരെ ആയിരിക്കും വരാനുള്ള സാധ്യത. 63 മാർക്കിനും 68 മാർക്കിനും ഇടയിൽ കണ്ണൂർ, മലപ്പുറം ജില്ലകളിൽ കട്ട് ഓഫ് മാർക്ക് എത്തുവാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇതേപോലെ നമ്മൾ ഇവിടെ നോക്കിയാൽ നമ്മുടെ ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് അത്രയധികം ഉയരുവാനുള്ള സാധ്യതയില്ല. ഇനി പുറം ജില്ലയിൽ നിന്നും വന്ന് പരീക്ഷ എഴുതുന്ന ആളുകൾ മത്സരത്തിന് നിലവാരം ഉയർത്തുകയാണെങ്കിൽ മാത്രമേ ഇവിടെ കട്ട് ഓഫ് ഉയർന്നു വരുവാനായിട്ടുള്ള സാധ്യതയുള്ളൂ. ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ നമ്മുടെ ബാസിസ് അക്കാഡമിയുടെ നിഗമനം
വരികയാണെങ്കിൽ ഏകദേശം ഒരു 57 മാർക്ക് മുതൽ 62 മാർക്ക് വരെയുള്ള ഒരു റേഞ്ചിനകത്തായിരിക്കാം കട്ട് ഓഫ് വരിക എന്നാണ് ബാസിസ് അക്കാഡമിയുടെ ഒരു നിഗമനം. അപ്പോൾ കണ്ണൂർ, മലപ്പുറം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ പരീക്ഷ എഴുതിയ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നമ്മുടെ ബാസിസ് അക്കാഡമിയുടെ ഒരു നിഗമന പ്രകാരം കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് കണ്ണൂർ, മലപ്പുറം ജില്ലകളിൽ ഒരു 63-നും 68-നും ഇടയിലും, അതേപോലെ ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ ഒരു 57 മാർക്കിനും 62 മാർക്കിനും ഇടയിൽ കട്ട് ഓഫ് വരാം എന്നുള്ളൊരു പ്രാഥമിക നിഗമനമാണ് നമ്മളിപ്പോൾ നടത്തുന്നത്. ഇപ്പോൾ പരീക്ഷ എഴുതിയ കൂട്ടുകാരിൽ പല ആളുകൾക്കും ചിലപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടപ്പെടാതിരിക്കാം. കാര്യം പരീക്ഷ എഴുതിയ എല്ലാവരും തന്നെ റാങ്ക് പട്ടികയിൽ ഇടം പിടിക്കുകയില്ല. ഉയർന്ന മാർക്ക് വാങ്ങിയിട്ടുള്ള ആളുകളിൽ തന്നെ ഒരു നിശ്ചിത എണ്ണം ആളുകൾ മാത്രമായിരിക്കും റാങ്ക് പട്ടികയിൽ ഉൾപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു കട്ട് ഓഫ് അനാലിസിസ് അല്ലെങ്കിൽ എക്സാം അനാലിസിസും എക്സ്പെക്ടഡ് കട്ട് ഓഫ് പറയുക എന്നുള്ളത് അസംഭവ്യമായ കാര്യമായതുകൊണ്ട് തന്നെ ബഹുഭൂരിപക്ഷം വരുന്ന ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും ക്ഷമിക്കുമെന്നുള്ള വിശ്വാസത്തിൽ നമ്മുടെ ഈ ഒരു എക്സാം അനാലിസിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്.